ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. HSS ടൈംസ് എന്നത് പൂർണ്ണമായും ഒരു വിദ്യാഭ്യാസ ഇൻഫോർമേറ്റീവ് ചാനലാണ്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇലക്ഷന് നിയോഗിക്കപ്പെട്ട രണ്ടാമത്തെ ഓഫീസറാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. അതായത് പ്രിസൈഡിംഗ് ഓഫീസർ കഴിഞ്ഞാൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ. ഇലക്ഷൻ ചുമതല ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുന്നതാണ്, കുറച്ചധികം ജോലി ചെയ്യാനുള്ളത് സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ പ്രധാനമായിട്ടും 3 ചുമതലകളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചുമതല കസ്റ്റോഡിയൻ ഓഫ് രജിസ്റ്റർ ഓഫ് വോട്ട്സ് 21A എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൻ്റെ കസ്റ്റോഡിയൻ സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. അതുപോലെ നമ്മൾ ഇൻഡെലിബിൾ ഇങ്ക്, അതായത് മായ്ഞ്ഞു പോവാത്ത പെർമനന്റ് ഇങ്കിൻ്റെ കസ്റ്റോഡിയനും സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. കൂടാതെ സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വോട്ടേഴ്സിന് വോട്ടേഴ്സ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഈ 3 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ്. നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം ഓരോ ചുമതലകളും എന്താണെന്ന്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് 21A എന്ന് പറയുന്ന രജിസ്റ്റർ, അതായത് വോട്ട് രജിസ്റ്റർ. 21A എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇലക്ഷൻ പ്രോസസ്സിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ കഴിഞ്ഞാൽ അത് റീറൈറ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് 21A എന്ന് പറയുന്ന രജിസ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ഒന്നാമത്തത് സീരിയൽ നമ്പറാണ്, ക്രമ നമ്പർ. അത് കഴിഞ്ഞ ഇലക്ഷനൊക്കെ അത് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പൊക്കെ അത് പ്രിന്റ് ചെയ്യാതെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൂടെ സീരിയൽ നമ്പർ കൂടെ ഫില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, 1 മുതൽ 500 വരെ 900 വരെ കഴിയുന്ന സമയത്ത് ഒരു നമ്പറൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ അവസാനം ടാലി ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രയാസം ഇപ്പോഴില്ല. 1, 2, 3 എന്നത് പ്രിന്റഡ് ആയിട്ടായിരിക്കും പുസ്തകം വരിക. സപ്പോസ് അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും തലേനാൾ രാത്രി നിങ്ങളത് 1 മുതൽ എത്രയാണോ നിങ്ങളുടെ അവിടെ അലോട്ട് ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് അത്രയും നമ്പർ തലേനാൾ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കണം. അതിന് ആവശ്യം ഉണ്ടാവില്ല, ഫിൽഡ് ആയിട്ടായിരിക്കും വരിക. ഇനി രണ്ടാമത്തെ നോക്കുക, വോട്ടർ പട്ടികയിലെ സമ്മതിദായകന്റെ ക്രമ നമ്പർ. അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കൊണ്ടുവരുന്ന വോട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു സീരിയൽ നമ്പർ, അതായത് മാർക്കഡ് കോപ്പിയിൽ സീരിയൽ നമ്പർ 356 എന്ന് ഉറക്കെ വിളിച്ചു പറയും. അത് അവരുടെ കയ്യിൽ ലോക്കൽ ഏജൻസ് കൊടുത്തിരിക്കുന്ന സ്ലിപ്പിനകത്ത് അത് എഴുതിയിട്ടുണ്ടാവും. ആ സീരിയൽ നമ്പർ, അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വിളിച്ചു പറയുന്ന സീരിയൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഐഡന്റിറ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുതാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പറഞ്ഞ ഉടനെ എഴുതി കഴിഞ്ഞാൽ അത് ചലഞ്ച് വോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രയാസമാവും. അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ആ നമ്പർ ഇവിടത്തേക്ക് എഴുതുക. ഇനി മൂന്നാമത്തെ കോളത്തിനകത്ത് എഴുതേണ്ടത് നമ്മുടെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ സിഗ്നേച്ചർ എടുക്കുക. ഇനി സൈൻ ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഇങ്ക് പാഡ് ഉണ്ടായിരിക്കും, അവരുടെ തമ്പ് ഇംപ്രഷൻ എടുക്കുക. ഇനി ലാസ്റ്റ് കോളം റിമാർക്സ് ആണ്. റിമാർക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് അവർ ഏത് ഉപയോഗിച്ചിട്ടാണോ, അതായത് ഇലക്ഷൻ ID കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പിക് എന്ന് എഴുതുക, അല്ലെങ്കിൽ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് എന്ന് എഴുതുക. അപ്പോൾ എന്തെങ്കിലും അവർ ഏത് തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചിട്ടാണോ വോട്ട് ചെയ്യുന്നത് ആ കാര്യം ഈ ഒരു ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ചുമതല. വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് മായ്ക്കാനാവാത്ത മഷി പുരട്ടുക എന്ന് പറയുന്നതും സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇടത് കൈയിലെ ചുണ്ടുവിരലിലാണ് ഈ മഷി നിങ്ങൾ പുരട്ടി കൊടുക്കുന്ന സമയത്ത് ഏകദേശം മിഡിൽ പോർഷനിൽ നിന്നും ഈ നഖം കംപ്ലീറ്റ് കവറാവുന്ന രീതിയിൽ, അധികം ഒരു ബോറില്ലാത്ത രീതിയിൽ, ഒരു ഒറ്റ സിംഗിൾ ലൈനിലെ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കുക. അതുപോലെ ചില വോട്ടേഴ്സൊക്കെ ഇതാക്കി നിങ്ങൾ മഷി പുരട്ടി കൊടുത്ത ഉടനെ അത് മായ്ച്ചു കളയാനൊക്കെ ശ്രമിക്കും. അത് അനുവദിക്കരുത്. കാരണം ഒരു 2-3 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലാണ് ഓൺ ദ സ്പോട്ട് ഡ്രൈ ആയി പോകുന്നത്. അതുപോലെ മഷി കൈകാര്യം ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം, അത് മറിഞ്ഞു പോകാതെ വരുന്ന വോട്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തിലേക്കോ മറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. 2 ബോട്ടിലാണ് സാധാരണ സപ്ലൈ ചെയ്യാറുള്ളത്. അതുപോലെ അത് ഒരു ചെറിയൊരു പാത്രം നിങ്ങൾക്ക് തരും. അതിനകത്ത് മണ്ണ് കുറച്ച് നിറച്ചിട്ട് അത് അവിടെ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി നിങ്ങളുടെ വരുന്ന വോട്ടർ, അതായത് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ എന്താണ് ഒരു ഓപ്പൺ വോട്ടിന്, അതായത് ഒരു സഹായിയുടെ സഹായത്തോട് കൂടിയിട്ട്, ഒരു ഹെൽപ്പറുടെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വരുന്ന ആളുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ മഷി, അതായത് യഥാർത്ഥ വോട്ടറുടെ ഇടത് കൈയിൽ ചൂണ്ടുവിരൽ മഷി പുരട്ടുന്നത് കൂടാതെ സഹായിയായി വരുന്ന ആളുടെ വലത് കൈയുടെ ചൂണ്ടുവിരലിലും മഷി പുരട്ടേണ്ടതാണ് എന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് പോളിംഗ് ഓഫീസറിന്റെ മൂന്നാമത്തെ ചുമതല വോട്ടേഴ്സ് സ്ലിപ്പ് നൽകുക. അപ്പോൾ ഈ വോട്ടേഴ്സ് സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ചെറിയ പീസ് ഓഫ് പേപ്പേഴ്സ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് വോട്ടേഴ്സ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇനീഷ്യൽ ഓഫ് പോളിംഗ് ഓഫീസർ എന്ന് കാണാം, നിങ്ങളുടെ സിഗ്നേച്ചർ. ഇത് നിങ്ങൾക്ക് തലേനാൾ രാത്രി തന്നെ
നിങ്ങളുടെ പിന്നെ ബൂത്തിനകത്തേക്ക് ഒരു 1000 വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 800 എണ്ണത്തിനൊക്കെ നിങ്ങൾ ഒരു 500 ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സൈൻ ചെയ്ത് വെക്കാം. കാരണം അത്രയും പണി നിങ്ങൾക്ക് ആ സമയത്ത് ലാഭിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ എഴുതാനുള്ളൂ. സീരിയൽ നമ്പർ ഓഫ് ഇലക്ടർ ആസ് പെർ കോളം 1 ഓഫ് ദ രജിസ്റ്റർ ഓഫ് വോട്ട്സ്. അതായത് ഇതാണ് രജിസ്റ്റർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സീരിയൽ നമ്പർ, ഈ ക്രമ നമ്പറാണ് നിങ്ങൾ ഈ വോട്ടേഴ്സ് സ്ലിപ്പിലെ ആദ്യത്തെ ബ്ലാങ്ക് സ്പേസിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി സീരിയൽ നമ്പർ ഓഫ് ഇലക്ടർ ആസ് എൻറ്റേർഡ് ഇൻ ദ ഇലക്ട്രൽ റോൾ. അതായത് നിങ്ങളുടെ മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോളിൽ നിങ്ങളുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കി അനൗൺസ് ചെയ്യുന്ന സീരിയൽ നമ്പർ അത് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതേ നമ്പർ തന്നെ ഈ വോട്ടേഴ്സ് സ്ലിപ്പിനകത്ത് കൂടെ നിങ്ങൾ വീണ്ടും എഴുതേണ്ടതായിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ വരുന്ന വോട്ടേഴ്സിന് നൽകണം. ഈ 3 ചുമതലകളാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. താങ്ക് യു. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.